6ാം ക്ലാസ്സിലെ ഹിന്ദിയിലെ 3ാമത്തെ യൂണിറ്റാണല്ലോ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് ദോ ഭായി എന്ന കഥയുടെ ആദ്യ ഭാഗം പഠിക്കാം. അതുമായി ബന്ധപ്പെട്ട വർക്ക്ഷീറ്റുകളും ചെയ്യാം. 6ാം ക്ലാസ്സിലെ മറ്റു വീഡിയോകൾ ഈ ചാനലിൻ്റെ ഹോം പേജിലുണ്ട്. കാണാത്ത കൂട്ടുകാർ അത് കാണുമല്ലോ. ദോ ഭായി, 2 സഹോദരങ്ങൾ. ദോ ഭായി ധേ, बड़े की शादी हो गई थी. उसके 2 बच्चे भी थे. छोटा कुंवारा था. दोनों भाई साझा खेती करते थे. एक बार उनके खेत में गेहूं की फसल पककर तैयार हो गई थी. दोनों ने मिलकर फसल काटी और गेहूं तैयार किया. ഇനി നമുക്ക് ഓരോ വരികളുടെയും അർത്ഥം നോക്കാം. ദോ ഭായി ധേ, 2 സഹോദരന്മാരുണ്ടായിരുന്നു. ബഡേ കി ഷാദി ഹോ ഗയി ധി, മൂത്ത സഹോദരന്റെ വിവാഹം കഴിഞ്ഞിരുന്നു. ഉസ്കെ ദോ ബച്ചേ ഭീ ധേ, അയാൾക്ക് 2 മക്കളും ഉണ്ടായിരുന്നു. ഛോട്ടാ കുംവാരാ ഥാ, ഇളയ സഹോദരൻ അവിവാഹിതനായിരുന്നു. ദോനോ ഭായി സാച്ചാ ഖേത്തി കർത്തേ ധേ, 2 പേരും കൂട്ടുചേർന്ന് കൃഷി ചെയ്തിരുന്നു. ഏക് ബാർ ഉൻകെ ഖേത് മേ ഗേഹൂ കി ഫസൽ പക്കർ തയ്യാർ ഹോ ഗയി ധി, ഒരിക്കൽ അവരുടെ വയലിൽ ഗോതമ്പ് വിളഞ്ഞ് പാകമായി വന്നു. दोनों ने मिलकर फसल काटी और गेहूं तैयार किया. അവർ 2 പേരും ചേർന്ന് ഗോതമ്പ് വിളവെടുത്തു. ബഡേ ഭായി കി ഷാദി ഹോ ഗയി ധി, മൂത്ത സഹോദരന്റെ വിവാഹം കഴിഞ്ഞിരുന്നു. ഷാദി വിവാഹം, മാരേജ്. ഛോട്ടാ ഭായി കുംവാരാ ഥാ, ഇളയ സഹോദരൻ അവിവാഹിതനായിരുന്നു. കുവാര അവിവാഹിത്, ബാച്ചിലർ. ദോനോ ഭായി സാച്ചാ ഖേത്തി കർത്തേ ധേ, 2 സഹോദരങ്ങളും കൂട്ടുചേർന്ന് കൃഷി ചെയ്തിരുന്നു. സാച്ച പങ്കാളിത്തം, പാർട്ട്ണർഷിപ്പ്, കൂട്ടുചേർന്ന് ചെയ്യുന്ന കാര്യം. ഏക് ബാർ ഉൻകെ ഖേത് മേ ഗേഹൂ കി ഫസൽ പക്കർ തയ്യാർ ഹോ ഗയി ധി, ഒരിക്കൽ അവരുടെ കൃഷിഭൂമിയിൽ, അവരുടെ വയലിൽ ഗോതമ്പ് വിളഞ്ഞ് പാകമായി. ദോനോനെ മിൽക്കർ ഫസൽ കാട്ടി ഔർ ഗേഹൂ തയ്യാർ കിയ, 2 പേരും ഒരുമിച്ച് ചേർന്ന് ഗോതമ്പ് വിളവെടുത്തു. ഖേത്തി കൃഷി, ഫാമിംഗ്. ഗേഹൂ ഗോതമ്പ്, വീറ്റ്. इसके बाद दोनों ने आधा आधा गेहूं बांट लिया. अब गेहूं ढोकर घर ले जाना बचा था. रात हो गई थी, इसलिए काम अगले दिन ही होना था. रात को दोनों को फसल की रखवाली के लिए खलिहान पर ही रुकना था. दोनों को भूख भी लगी थी. उन्होंने बारी बारी से खाने का सोचा. इसके बाद दोनों ने ആധാ ആധാ ഗേഹൂ ബാണ്ട് ലിയ. അതിനുശേഷം അവർ 2 പേരും ഗോതമ്പ് പകുതിയും പകുതിയുമായി വീതിച്ചെടുത്തു. അബ് ഗേഹൂ ഡോക്കർ ഘർ ലേ ജാന ബജാധ, ഗോതമ്പ് ചുമന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകണമായിരുന്നു. രാത് ഹോ ഗയി ധി, അപ്പോഴേക്കും രാത്രിയായിരുന്നു. ഇസ്ലിയേ കാം അഗ്ലേ ദിൻ ഹി ഹോനാ ഥ, അതുകൊണ്ട് ബാക്കി ജോലി അടുത്ത ദിവസമേ ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ. രാത് കോ ദോനോ കോ ഫസൽ കി രഖ്വാലി കെ ലിയേ ഖലിഹാൻ പർ ഹി രുക്നാ ഥ, രാത്രി ഈ വിളവ് സൂക്ഷിക്കുന്നതിന് വേണ്ടി കളപ്പുരയിൽ അവർക്ക് താമസിക്കേണ്ടി വന്നു. ദോനോ കോ ഭൂഖ് ഭി ലഗി ധി, 2 പേർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. ഉനോനെ ബാരി ബാരി സേ ഖാനെ കാ സോച്ച, ഊഴമനുസരിച്ച്
ഓരോരുത്തരായി പോയി ആഹാരം കഴിച്ചിട്ടു വരാം എന്ന് അവർ ചിന്തിച്ചു. इसके बाद दोनों ने आधा आधा गेहूं बांट लिया. ഇതിനുശേഷം രണ്ടുപേരും ഗോതമ്പ് പകുതി പകുതിയായി വീതിച്ചെടുത്തു. ആധ പകുതി, ഹാഫ്, ബാണ്ട്ലിയ ഭാഗിച്ചു, ഡിവൈഡഡ് വീതിച്ചെടുത്തു. അബ് ഗേഹൂ ഡോക്കർ ഘർ ലേ ജാന ബചാ ഥ. ഇനി ഗോതമ്പ് ചുമന്ന് വീട്ടിൽ കൊണ്ടുപോകണമായിരുന്നു. രാത് ഹോ ഗയി ഥി. അപ്പോഴേക്കും രാത്രിയായിരുന്നു. ഡോക്കർ ചുമന്നുകൊണ്ട്, ക്യാരിയിങ്. रात को दोनों को फसल की रखवाली के लिए खलिहान पर ही रुकना था. രാത്രി വിളവ് സൂക്ഷിക്കുന്നതിനായി അവർക്ക് രണ്ടുപേർക്കും കളപ്പുരയിൽ തന്നെ താമസിക്കേണ്ടി വന്നു. ഖലിഹാൻ, കളപ്പുര, ധാന്യങ്ങളും മറ്റും സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലം. दोनों को भूख भी लगी थी. രണ്ടുപേർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. ഉനോനെ ബാരി ബാരി സെ ഖാനെ കാ സോച്ച. ഊഴമനുസരിച്ച് ഓരോരുത്തരായി പോയി ഭക്ഷണം കഴിച്ചിട്ടു വരാം എന്നവർ ചിന്തിച്ചു. ഭൂഖ് വിശപ്പ്, ഹങ്കർ. ബാരി ബാരി സെ ഊഴമനുസരിച്ച്, ബൈ ടേൺ. ഇനി നമുക്ക് ചില പ്രവർത്തനങ്ങൾ ചെയ്യാം. സഹി മിലാൻ കരേ, ചേരുംപടി ചേർക്കുക. ഇടതുവശത്തെ കോളത്തിലെ വാചകങ്ങളോട് ചേരുന്ന വാചകങ്ങൾ വലതുവശത്തെ കോളത്തിൽ നിന്നും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇടതുവശത്തെ കോളത്തിൽ ആദ്യം എഴുതിയിരിക്കുന്നത് ദോനോ ഭായി എന്നാണ്. അതുമായി യോജിക്കുന്ന വാചകം വലതുവശത്തെ കോളത്തിൽ ഏതാണ്? അതെ, സാച്ചാ ഖേത്തി കർത്തേ ഥേ. ഉനോനെ ബാരി ബാരി സെ എന്നതിനോട് ചേരുന്നതോ? അതെ, ഖാനെ കാ സോച്ച. ഗേഹൂ കി ഫസൽ എന്നതിനോട് ഏതാണ് ചേരുന്നത്? അതെ, പഗ്കർ തയ്യാർ ഹോ ഗയി ഥി. ദോനോനെ ആധാ ആധാ ഗേഹൂ എന്നതിനോട് ഏതാണ് ചേരുന്നത്? ശരിയാണ്, ബാണ്ട് ലിയ. ലിഖേം സഹി യ ഗലത്, ശരിയോ തെറ്റോ എന്നെഴുതുക. താഴെ 4 വാചകങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓരോ വാചകത്തിൻ്റെയും വലതുവശത്തായി സഹി എന്നും ഗലത് എന്നും കൊടുത്തിട്ടുണ്ട്. വാചകം ശരിയാണെങ്കിൽ സഹി എന്ന് മാർക്ക് ചെയ്യണം. വാചകം തെറ്റാണെങ്കിലോ ഗലത് എന്ന് മാർക്ക് ചെയ്യണം. ഓരോന്നായി നോക്കാം. ബഡേ ഭായി കി ഷാദി ഹോ ഗയി ഥി. ശരിയാണല്ലേ, മൂത്ത സഹോദരൻ വിവാഹിതനായിരുന്നു. അപ്പോൾ സഹി എന്ന് മാർക്ക് ചെയ്യാം. ഛോട്ടാ ഭായി കുവാര ന ഥ. ഇളയ സഹോദരൻ അവിവാഹിതൻ ആയിരുന്നില്ല എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് ശരിയാണോ? അല്ല, തെറ്റാണ്. അപ്പോൾ ഗലത് എന്ന് മാർക്ക് ചെയ്യാം. ഇളയ സഹോദരൻ അവിവാഹിതനായിരുന്നു. दोनों भाइयों के खेत में गेहूं पककर तैयार हो गया था. ശരിയോ തെറ്റോ? ശരിയാണല്ലേ. സഹി എന്ന് നമുക്കപ്പോൾ മാർക്ക് ചെയ്യാം. രണ്ടുപേരുടെയും വയലിൽ ഗോതമ്പ് വിളഞ്ഞ് പാകമായി. ഫസൽ की रखवाली के लिए दोनों भाइयों को घर पर रुकना था. വിളവ് സൂക്ഷിക്കുന്നതിനായി രണ്ടുപേർക്കും വീട്ടിൽ തന്നെ നിൽക്കേണ്ടി വന്നു. ശരിയാണോ? അല്ല, തെറ്റാണ്. രണ്ടുപേർക്കും കളപ്പുരയിലാണ് നിൽക്കേണ്ടി വന്നത്. അപ്പോൾ നമുക്ക് ഗലത് എന്ന് മാർക്ക് ചെയ്യാം. ഈ വാചകങ്ങൾ വായിക്കൂ. ഏക് ലഡ്കാ ഥ. ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു. ദോ ലഡ്കേ ഥേ. 2 ആൺകുട്ടികളുണ്ടായിരുന്നു. ഏക് ലഡ്കി ഥി. ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ദോ ലഡ്കിയാം ധിം. 2 പെൺകുട്ടികളുണ്ടായിരുന്നു. ഇവിടെ ധ, ധേ, ധി, ധിം ഇവയെല്ലാം ആയിരുന്നു എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പഠേം. പാഠപുസ്തകത്തിലെ ഈ വാചകങ്ങൾ വായിക്കൂ.
दो भाई थे. बड़े की शादी हो गई थी. उसके 2 बच्चे भी थे. छोटा कुंवारा था. दोनों भाई साझा खेती करते थे. कहानी से ऐसे वाक्यों को पहचान कर लिखी. കഥയിൽ നിന്നും ഇതുപോലെ ധ, ധേ എന്നെല്ലാം അവസാനിക്കുന്ന വാചകങ്ങൾ തിരിച്ചറിഞ്ഞ് എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ. गेहूं की फसल पककर तैयार हो गई थी. अब गेहूं ढोकर घर ले जाना बचा था. रात हो गई थी, इसलिए काम अगले दिन ही होना था. रात को दोनों को फसल की रखवाली के लिए खलिहान पर ही रुकना था. ദോ ഭായി എന്ന പാഠത്തിന്റെ ആദ്യ ഭാഗവും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായില്ലേ? മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.